ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അഞ്ജു. ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒക്ടോബർ 7 2023 എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ OET എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. ആദ്യം ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു. പക്ഷേ അന്നത്തെ പ്രാവശ്യത്തെ OET എക്സാമിന് എനിക്ക് ക്ലിയർ ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നാട്ടിൽ വന്നതിന് ശേഷം മാർച്ച് മാസത്തിൽ ഞാൻ വീണ്ടും OET എക്സാം എഴുതി. പക്ഷേ അന്ന് വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ പോയി OET എക്സാമും കാര്യങ്ങളും എഴുതിയിരുന്നത്. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാരണം എക്സാം ഭയങ്കര ടഫായിരുന്നു. പ്രത്യേകിച്ച് റീഡിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഭയങ്കര ടഫായിരുന്നു. അത് കാരണം എനിക്കറിയായിരുന്നു ആ പ്രാവശ്യത്തെ OET കിട്ടില്ല എന്നറിയായിരുന്നു. എങ്കിലും ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കായിരുന്നു എനിക്കത് കിട്ടണമെന്ന്. പക്ഷേ മാതാവ് എനിക്കത് സ്വപ്നത്തിലൂടെ കാണിച്ചു തന്നായിരുന്നു. 3 മൊഡ്യൂളിന് Bയും 1 മൊഡ്യൂളിന് C എന്നും. റിസൾട്ട് വന്നപ്പോൾ ഏകദേശം അതുപോലെ തന്നെ ആയിരുന്നു. റീഡിങ്ങിൻ്റെ മാത്രം C ആയിപ്പോയി. ബാക്കി 3 മൊഡ്യൂളിനും Bയും വന്നു. പിന്നെ OET എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എഴുതിയിട്ട് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളായി. തിരിച്ച് ഞാൻ സൗദിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സൗദിയിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നമുക്കൊന്നും കൂടെ എഴുതി നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും OET എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളും എടുത്തു. അവിടെ പോയി OET എഴുതി കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഒരു പ്രാവശ്യം കൂടെ OET എഴുതാനായിട്ട് ഇടവരരുത്, ഈ ഒരു പ്രാവശ്യത്തിൽ തന്നെ എനിക്ക് OET ക്ലിയർ ചെയ്ത് തരണമെന്ന്. അതുപോലെ തന്നെ തിരിച്ച് റൂമിൽ വന്നിട്ട് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു മാതാവിൻ്റെ അടുത്ത്. ഇതുപോലെ രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം വേണം റിസൾട്ട് വരാൻ. റിസൾട്ട് വരുമ്പം മാതാവിൻ്റെ അടുത്ത് നന്ദി പറയണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. റിസൾട്ട് വന്നു. രാവിലെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വന്നത്. സാധാരണ OET റിസൾട്ട് വരുന്നത് ഒരു 10 മണിക്കൊക്കെ ശേഷമാണ് വരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം OET റിസൾട്ട് വന്നത് രാവിലെ 5:00-ക്കാണ്. റിസൾട്ട് വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇതുപോലെ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. റിസൾട്ട് നോക്കിയപ്പോഴത്തേക്കും ഫുൾ B ഉണ്ടായിരുന്നു. ഫുൾ B കിട്ടി. അത് വീണ്ടും ഞാൻ ഒന്നും കൂടെ മാതാവിൻ്റെ അടുത്ത് പോയിരുന്ന് ഒന്നും കൂടെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ നന്ദി പറഞ്ഞു. അതിനുശേഷം എനിക്ക് UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹം. അതിനുശേഷം നമുക്ക് ഈ CBT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതാൻ പോയി. മാതാവിൻ്റെ കാരണത്താലും അനുഗ്രഹത്താലും പരീക്ഷയ്ക്ക് പാസ്സായി. പക്ഷേ അതിനുശേഷം UK പോകാനായിട്ട് ഭയങ്കര അധികം തടസ്സങ്ങളായിരുന്നു. കാരണം എങ്ങും ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഇല്ല, ഇൻടേക്ക് ഒന്നും നടക്കുന്നില്ല, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നു. അത് കുറച്ച് നാൾ അങ്ങനെ പോയി. അതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരി ആളാണെങ്കിൽ അയർലൻഡിനായിരുന്നു കൊടുത്തിരുന്നത്. ആൾ അയർലൻഡിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും UK ഇതുവരെ ഒന്നും ആവുന്നില്ലല്ലോ, ഒന്ന് അയർലൻഡിൻ്റെ ഒന്ന് കൊടുത്തു നോക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങിനും കാര്യങ്ങളും ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും തുടങ്ങി. DL എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ കൊടുത്തു. ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്ക് എനിക്ക് DL കാര്യങ്ങളും വന്നു. അയർലൻഡിലേക്കുള്ള ഇൻടേക്ക് ആണെങ്കിലും വളരെയധികം ചുരുക്കമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഏജൻസിനെയൊക്കെ നമ്മൾ വിളിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂവിന് കാര്യങ്ങൾ അപ്ലൈ ചെയ്താലും ഒന്നും നമുക്ക് തിരിച്ച് റിപ്ലൈ വരികയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ അധികം ഏജൻസിക്കും കാര്യങ്ങൾക്കൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു. DL കിട്ടി. ഒരു ദിവസം കഴിഞ്ഞപ്പം തന്നെ എന്നെ ഒരു റിക്രൂട്ടർ വിളിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ ഉണ്ട്, DL കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു DL കിട്ടി. എന്നാ കിട്ടിയെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഇത് ഇന്നലെയാണ് എനിക്ക് DL കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പം റിക്രൂട്ടറിന് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ DL കിട്ടി, ഒരു ദിവസത്തിന് തന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും കിട്ടി. ഇൻ്റർവ്യൂവിന് പാസ്സായി. അതിന് ശേഷം ഹോസ്പിറ്റലിലേക്കുള്ള കുറേ പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത്. ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എനിക്ക് ഫോണിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വചനം കാണിച്ചു തരുന്നു, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ മാതാവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി. ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റായി. ഏപ്രിൽ 5 ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ്. ഏപ്രിൽ 11, 12 എക്സാം ഉണ്ട്. ഞാനത് മാതാവിനെ ഏൽപ്പിച്ചേക്കാണ്. ഞാൻ അതിന് പാസ്സാക്കി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ട്രാവൽസ് നടത്തുന്ന ഇതാണ്. ഞങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ട് ട്രാവൽസിൻ്റേത്. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്കും അല്ലാതെ യാത്ര ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ്.
അപ്പം ഞാൻ ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ ഉടമ്പടിയിൽ ഓരോ കാര്യം എഴുതുന്നത് നമ്മളായിട്ട് എഴുതുന്നതല്ല, അത് ദൈവമായിട്ട് നമ്മളെയും കൊണ്ട് എഴുതിക്കുന്നതാണ് ഓരോ കാര്യങ്ങളും. ഒക്ടോബർ മാസത്തിൽ ഞാൻ എടുത്തു. നവംബർ മാസം ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ 2 വണ്ടിക്ക് അപകടം സംഭവിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വണ്ടിക്കോ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന ആൾക്കാർക്കൊന്നും ഒരു അപകടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് വെളിയിലൊക്കെ അങ്ങനെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരുപാട് സാലറി കുറവും അവർക്ക് ഫുഡിനൊക്കെ ഭയങ്കര എക്സ്പെൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഫുഡ് ലഭിക്കുകയൊക്കെ ചെയ്യും. അപ്പം എനിക്ക് കിട്ടുന്ന ഫുഡ് ഞങ്ങളുടെ വർക്കേഴ്സിനും കാര്യങ്ങൾക്കും കൊടുക്കാറുണ്ട്. അല്ലാതെ വെളിയിൽ ക്യാഷ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. പിന്നെ വരുന്നതിന് പത്രം കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നേരിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്കായിരുന്നു കാശ് രൂപവും പത്രമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത സമയത്ത് ഞാനിവിടെ വന്ന് പത്രം വാങ്ങി ഞങ്ങളുടെ സൗദിയിൽ കൊണ്ടുപോയി ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. കഴിഞ്ഞ മാസം വന്നിട്ട് എനിക്ക് നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കാനും പറ്റി. അതിനും ഞാൻ മാതാവിന് നന്ദി പറയുന്നു. നാട്ടിലായിരുന്ന സമയത്ത് നമുക്ക് എല്ലാ പ്രാവശ്യവും എല്ലാ ഞായറാഴ്ച നമുക്ക് പള്ളിയിലൊക്കെ പോകാനായിട്ട് പറ്റുമായിരുന്നു. പിന്നെ സൗദിയിൽ ചെന്നപ്പോൾ നമുക്ക് അത്രയും പള്ളിയിലൊന്നും പോകാനൊന്നും പറ്റത്തൊന്നുണ്ടായിരുന്നില്ല. അപ്പം മാസത്തിൽ ഒരു കുർബാനയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം മാക്സിമം കുർബാന വരുന്ന സമയങ്ങളിലൊക്കെ അവിടെ പോയി പങ്കെടുക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നിട്ടുണ്ട്. മാതാവിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുകയാണ്. ജെറമിയ 29:12 നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. അഞ്ചു മേരി ജോൺ എന്ന ഈ സഹോദരി തൻ്റെ ഓൺലൈൻ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ വലിയ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മൾ അടുത്താണെങ്കിലും ദൂരെയാണെങ്കിലും അമ്മയുടെ അരികിൽ മനസ്സ് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സന്നദ്ധരാകുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിൻ്റെ വഴികളായി മാറുന്നുണ്ട്. ഉടമ്പടി വിശ്വസ്തതയുള്ളൊരു ബന്ധത്തിലേക്ക് ദൈവവുമായി നമ്മളെ ചേർക്കുന്നു. പരിശുദ്ധമ്മയുടെ കരങ്ങളിലേക്ക് ഒരു മകനെടുത്ത സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ഉടമ്പടി നമുക്ക് സ്വയമേവ സാധിക്കാത്ത ക്ലേശകരമായ ഏതൊരു മേഖലയിലും ഒരുപക്ഷെ നമ്മുടെ കൺമുൻപിൽ പോലും ഇല്ലാത്ത ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയെപ്പോലും മുൻകൂട്ടി കാണുകയും അതിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സുഗമമായി മുന്നോട്ട് പോകുവാനുള്ള വഴികൾ നമുക്ക് ഒരുക്കിത്തരികയും ചെയ്യുന്നു. മകളുടെ ജീവിതത്തിൽ പങ്കുവെച്ച സാക്ഷ്യങ്ങളുടെ പ്രത്യേകത അതുതന്നെയാണ്. വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി മകൾ നടത്തിയ ആ പരീക്ഷകളുടെ പരിശ്രമങ്ങൾ, ആദ്യം അത് വേണ്ടത്ര സ്കോർ ലഭിക്കാതിരുന്നത്, പിന്നീട് UK സ്കോർ ലഭിച്ചിട്ട് പോകാൻ പറ്റാതിരുന്നത്, പിന്നീട് ഒരു കൂട്ടുകാരിയിലൂടെ അയർലൻഡിലേക്കുള്ള കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടത്, നാം ആലോചിക്കുന്ന വഴികളിലൂടെ ആവണമെന്നില്ല, ദൈവം നമുക്ക് ഒരുക്കി വയ്ക്കുന്ന സുഗമമായ സുരക്ഷിതമായ വഴികളിലൂടെ നമ്മുടെ ജീവിതം വേണ്ടതുപോലെ അത് ഉയർച്ചയിൽ എത്തിച്ചേർക്കുവാൻ ദൈവത്തിന് പദ്ധതിയും സഹായവുമുണ്ട് എന്ന് മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി നിയോഗം എഴുതി വയ്ക്കുമ്പോൾ മകള് പറയുന്നുണ്ട്, ട്രാവൽ ഏജൻസി ആയതുകൊണ്ട് വാഹനങ്ങളുടെ സംരക്ഷണം എഴുതി വെച്ചു. എന്തുകൊണ്ട് എഴുതിയെന്ന് പോലും എഴുതിയ സമയത്ത് ഒരു ധാരണയും ഇല്ലായിരുന്നു. എങ്കിലും പിന്നീട് കണ്ട അനുഭവം, തൊട്ടടുത്ത മാസം നവംബർ മാസം 2 അപകടങ്ങൾ ആ വാഹനങ്ങൾക്കുണ്ടാവുകയും ഒരാൾ പോലും യാതൊരു ക്ലേശവും വലിയ ഗുരുതരമായ പരിക്കുകളുമില്ലാതെ രക്ഷപ്പെട്ടപ്പോൾ എത്ര മുൻകൂട്ടി അമ്മ വരാനിരിക്കുന്ന ഒരു കാര്യത്തിന് നമ്മളെ ഒരുക്കുകയും പ്രാർത്ഥിക്കുവാൻ നിയോഗമാക്കുകയും ചെയ്തുവെന്ന് അമ്മയുടെ സന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മൾ അമ്മ മാതാവിനോട് ഹൃദയം കൈമാറിക്കൊണ്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമസ്ത മേഖലകളെയും സംബന്ധിക്കുന്ന വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ ഇടപെടലും സമാധാനവും സുരക്ഷിതത്വവും നൽകുവാൻ നമുക്ക് അമ്മ മാതാവ് വഴിയൊരുക്കുന്നതും നയിക്കുന്നതും അനുഭവിക്കുവാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ വാക്കുകളിലൂടെ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.